ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഉച്ചര കഴിഞ്ഞിട്ടുള്ള വീഡിയോ വിശേഷങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വെയിലുള്ള ദിവസമാണ്. കുറച്ച് ഉണക്കല്ലതൊക്കെ ഉണക്കി ഉച്ചക്ക് നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് മയങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് വിചാരിക്കുന്ന ഒരുത്തർ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ കാലത്തെ നീച്ച് കിച്ചണിൽ കയറി 4 മണിക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ചേടാ, എന്റെ വീഡിയോയിൽ ഈ വിചാരങ്ങൾ കുറച്ച് കൂടുതലായി പോകലുണ്ടല്ലേ. ഞാൻ തന്നെ വിചാരിച്ചല്ലോ, നീ എന്തിനാണ് ഇത്ര അധികം വിചാരം എന്ന്. അപ്പൊ നമുക്കേ ശർക്കര പാനി ഒരുങ്ങി വരുന്ന സമയം കൊണ്ട് അതിക്കുള്ള സാധന സാമഗ്രികൾ ഒന്ന് സെറ്റാക്കാട്ടോ. ഇതാ 5 മുട്ട എടുത്തേക്കണം കേട്ടോ. ഈ 5 മുട്ട നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ പേര് വട്ടലപ്പം എന്നാണ് കേട്ടോ. ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. ഇതൊരു ശ്രീലങ്കൻ വിഭവമാണ് കേട്ടോ. ഞാൻ എടക്കപ്പഴയിലൊക്കെ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ 5 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തേക്കണേ. പിന്നെ അതിലേക്ക് നമുക്ക് ഏലക്കായ ഒന്ന് കുത്തി ചാച്ചിട്ടും കൂടി ചേർക്കുക കേട്ടോ. ഇനി ഈ വിസ്ക് എടുത്തിട്ട് ഒന്ന് നല്ലപോലെ വിസ്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിസ്കണ കണ്ടപ്പോൾ ഓനും വിസ്കണം പറഞ്ഞിട്ട് വന്ന് കണ്ട് അത് വാങ്ങി കുറച്ചു നേരം ഇതാക്കിക്കണേ. ഓനെ കളയോന്ന് എനിക്കൊരു പേടിയുള്ളത് കൊണ്ടാണ് ഞാനത് വാങ്ങിയത്. അങ്ങനെ അത് നല്ലപോലെ വിസ്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിക്ക് ഈ ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര പാനി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അതേപോലെ തന്നെ പാലും ഞാനിവിടെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ക്വാണ്ടിറ്റി കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അഗാരോ റീജൻസി മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമറിലാണ് കേട്ടോ. ഇതിന്റെ ഈ സ്റ്റീമർ നമുക്ക് ഇന്ന് ആവശ്യമില്ല കേട്ടോ. ഈ സ്റ്റീമർ ഉണ്ടാകുമ്പോഴാണ് ഇതിന് കുറച്ച് ഉയരൊക്കെ തോന്നിക്കുന്നത്. ഇതിൻ്റെ ഉള്ളത്തെ ഈ 1-2 സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും കാണിച്ചിട്ടില്ല. അപ്പൊ ഈ 2 സാധനങ്ങളാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്റ്റീൽ റാക്കും പിന്നെ ഈ ഒരു തട്ടുണ്ടല്ലോ, ഇതിൽ നമുക്ക് ഇഡ്ഡലി അതുപോലെ തന്നെ പുഡിങ് കേക്കുകളൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്ന കേക്കുകൾ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സ്റ്റീൽ റാക്ക് ആദ്യം ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അതൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് പൊന്തിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നു കേട്ടോ. അത് അടിയിൽ പിടിച്ചാണ്ടിരിക്കാനാണ്. പിന്നെ നമ്മൾ ആ ഉണ്ടാക്കിച്ച മിക്സ് ഇല്ലേ, അതൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അരിച്ചത് അതിൻ്റെ ഇലക്കായും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ കടിച്ചുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് സ്റ്റീം ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ തട്ട് വെച്ച് കൊടുക്കുക. അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് വേണമെങ്കിൽ കവർ ചെയ്യാം കയ്യിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതുപോലെ അതിന് പാകമായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. ടൈറ്റ് ആക്കിയിട്ട് അത് അടച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്കതൊന്ന് ഇനി അതൊന്ന് നമുക്ക് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഞാൻ സ്പീഡ് 2 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 15-20 മിനിറ്റ് ഒക്കെ വേണ്ടി വരും കേട്ടോ. ആ സമയം കൊണ്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ടേനെ ഒരു പ്രാവശ്യത്തിനും കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട്. അതും കൂടി ഞാൻ ഇതേപോലെ അരിച്ച് ഒഴിച്ച് കണ്ട് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കണിയും കുറുക്കണിയൊക്കെ സൗണ്ടുകൾ കേൾക്കണുണ്ടാവും. ഇതാ ഇവിടെ നിന്നാണ് ആ ശർക്കരപ്പാനി ഉണ്ടാക്കിയ പാത്രമാണ് ഇവിടെ ഒരാൾ തുടച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഡീസൻ്റ് ആവുക നോക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഡീസൻസിറ്റി ഒക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ നിൽക്കണേ. ഇതിപ്പോ ഇങ്ങനെ ആവി പൊന്തണതും തളക്കണതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണേ. ഇതിപ്പോ എപ്പോൾ ആകും ഇത് തിന്നാൻ കിട്ടാൻ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 2-3 പ്രാവശ്യം ഇത് ആയിക്കണോ എന്ന് നോക്കിയിട്ടുണ്ടേനി. അതിൻ്റെ അവസ്ഥ കാണാനുണ്ട്. എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇവിടെ സ്റ്റീം ചെയ്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് തട്ടി നോക്കാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊന്ന് എടുത്തിൻ്റെതാണ്. അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഒരു പാട് പോലെയൊക്കെ കാണുന്നത് കേട്ടോ. ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്തകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേനെ. ഇത് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുക എന്നൊക്കെ പറയണില്ലേ, അതുപോലത്തെ സംഗതി. പെട്ടെന്ന് ഉണ്ടാക്കാനോ പറ്റും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടാവും ചെയ്യും. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ 2ാമത്തെ സാധനം ഞാൻ അതുപോലെ തന്നെ വെച്ചിരിക്കണം കേട്ടോ. അതും ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി 2ാമത്തേനെ ഞാൻ വല്ലാതെ തൊട്ട് തലോടാൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് അത് പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്ന് ചൂടാറുമ്പോൾ തന്നെ ചിലപ്പോൾ അപ്പം തന്നെ ഇതിങ്ങനെ വേറിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ സൈഡ് ഇങ്ങനെ വിട്ടുപോരും. അപ്പൊ നമുക്ക് അതുപോലെ എടുക്കാം. ഇപ്പൊ മധുരമുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലുള്ള അവസ്ഥയാണ് കേട്ടോ. അത് കൗണ്ടർ ടോപ്പിന്റെ നിറച്ചുറുമ്പുകളേക്കാരം. അതിന്റെ പഠിച്ചോനെ, ഇനി ഇതൊന്ന് വേഗം ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചെങ്കിലേ ഈ തുടച്ചെങ്കിലേ ഈ ഉറുമ്പ് ഇവിടുന്ന് പോകുള്ളൂ കേട്ടോ. ഞാൻ പെനോയിൽ ഒരു ചിരിയൊക്കെ ഒഴിച്ചിട്ട്
ആ ഒരു നമ്മളെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതിമ വെച്ചിട്ടൊക്കെ തുടക്കും. പക്ഷെ അപ്പം പോവും. പിന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇത്തിരി പഞ്ചസാര ചിന്ന് എന്തെങ്കിലും ഒരു മധുരമുള്ള ചായ ഒരു ഇത്തിരി വീയോ ചെയ്താൽ പിന്നെ അവസ്ഥ അത് തന്നെയാണ്. എന്തായാലും ഞാനേ ഈ ബാക്കിയുള്ള കുറച്ച് പരന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ശേഖി തരാട്ടോ. അതുവരെ നിങ്ങൾ ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് വെച്ചോളി. അങ്ങനെ അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് തളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുട്ടിക്ക് എന്തായാലും ചായ വേണം. അതുകൊണ്ട് പിന്നെ രാവിലെ പുഴമീൻ അത് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ ഈ വീഡിയോ ഒരു ദിവസം എടുത്തതാണ് കേട്ടോ. തലേന്നും പിറ്റേന്നുമായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൂ. 2 പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസത്തെ ഷോർട്സ് കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ പുഴമീൻ ഞാൻ ഇതേപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്കും സെനിക്കൂട്ടനും മാത്രമല്ല പൊരിച്ചിട്ട് ബാക്കിയുള്ളതാണ് വൈകുന്നേരത്ത് പൊരിച്ചെടുക്കുന്നത്. കാരണം ഞാൻ ബാങ്ക് കൊടുക്കാനൊന്നും നിൽക്കണില്ല. മരുവിന് ശേഷം കിച്ചണിൽ ഇങ്ങനെ കിടന്ന് നിരങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് മുന്നേ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ വൈകുന്നേരത്ത് മരുവിന് ബാങ്കിന് ശേഷം എനിക്കും തന്നെ സമാധാനത്തിൽ മക്കളെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ വെച്ച ചെടി ഉണ്ടല്ലോ അത് ഇതാ നല്ല പോലെ വാടി പോയിക്കണം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈ ഒരു കപ്പിലുണ്ടല്ലോ മുന്നേ ഞാനൊരു മണി പ്ലാന്റ് വെച്ചിട്ടും അതേപോലെ തന്നെയാണ്. അപ്പൊ ഈ കപ്പിന്റെ കുഴപ്പമാണോ അതോ ഞാൻ സ്നേഹിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂടിയതാണോ എന്താണെന്നറിയില്ല. അതിന്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ പൂപ്പല് വരുന്നുണ്ടേന്. അപ്പൊ ഞാൻ ആ ചെടി മാറ്റി കൊടുത്ത് വേറെ ചെടി വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണേ. ഇനിയിപ്പോ ഞാന് ഈ ഒരു ഗ്യാസിന്റെ ഭാഗത്ത് ചെടി വെച്ചതുകൊണ്ട് ഇനി തീയിന്റെതുകൊണ്ട് ഉണങ്ങുകയാണോ അതും അറിയില്ല കേട്ടോ. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടേനി അങ്ങനെ തീക്കത്ത് ചെടി വെക്കണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് കുറച്ചിങ്ങോട്ട് നീക്കി വെക്കലുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോ ആ ഒരു പോട്ടിന്റെ കുഴപ്പമാണെങ്കിൽ അത് ഒന്നും കൂടി നമുക്ക് പരീക്ഷിച്ച് നോക്കാന്നുള്ള രീതിയിൽ ഞാൻ വേറൊരു കട്ടിങ്സും കൂടി എടുത്തോണ്ട് നിൽക്കണേ. ഇനിയിപ്പോ ഞാൻ വേറൊരു കുപ്പിന്റെ ഭാഗം മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് വെച്ചെടുക്കണത്. ഒന്ന് റെഡി ആവുണ്ടോന്ന് അറിയാലോ അത് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതും സെറ്റ് ആവണില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വെക്കണം. ഈ ഒരു ഭാഗത്ത് ചെടി വെക്കണം എന്ന് എനിക്കുള്ളൊരു നിർബന്ധം എന്താ വെച്ചാൽ അതൊരു വീഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പോഴേ അത് ആ ഒരു ചെടിൻ്റെ ആ ഒരു എലമെന്റ്സ് വരുമ്പോൾ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ നിർബന്ധം പിടിച്ച് ചെടി വെക്കുന്നത്. ആ ഒരു ചെടി അവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെടി ആ ഒരു ഭാഗത്ത് വരുമ്പോൾ ഞാൻ ആദ്യം അധികം എൻ്റെ വീഡിയോ നമ്മൾ കുക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ആംഗിളിലാണ് എപ്പോഴും ഷൂട്ട് വരിക എനിക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത്. വൈകുന്നേരങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണേ. അതുകൊണ്ടാണ് ഞാൻ അധികം ഈ മോർണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തും കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കുറേ ആയി ഈവനിങ് വ്ലോഗ് ചെയ്തിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണേ. ഇതിപ്പോ ഒരു രാത്രി ഒരു 8:30 ആയിട്ടുണ്ട് സമയം കേട്ടോ. അപ്പൊ ഈ സമയം ആയപ്പോഴത്തേന് മക്കളെ പഠിപ്പിക്കലും പിന്നെ എൻ്റെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേന്. ഞാൻ ഒരു 6:45 7 മണി ആവുന്നതിന്റെ മുന്നേ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. ഇപ്പൊ എനിക്കത് ശീലമായിട്ടോ. ഒരു 8 മണിന്റെ ഉള്ളിൽ 7:30 8 മണി ആകുമ്പോഴത്തേന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ ഫുഡ് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് 10 മണിയൊക്കെ ആവും ചിലപ്പോൾ കിടക്കാൻ. പിന്നെ മക്കളെ പഠിപ്പിച്ചല് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ വന്ന് കുറച്ച് സമയം കുത്തിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകാണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി എടുത്തേക്കട്ടെ. പിന്നെ ഞാൻ അന്ന് 4 മണിക്ക് എണീക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടില്ലേനു. അപ്പൊ അതില് ചില കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടേനു 4 മണിക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കിടക്കുമെന്ന്. എന്റെ നേരത്തെ കിടക്കലൊക്കെ ഭയങ്കര കോമഡിയാ. കാരണം എന്താ വെച്ചാല് എല്ലാ ദിവസവും ഒരുപോലെ ആവലില്ല. ചില ദിവസം 10 മണി മിക്കവാറും 10 മണിയാവും ട്ടോ. ഈ രാവിലെ എണീക്കണത് കൊണ്ടാണ് ഈ ഉച്ചക്കൊരിത്തിരി സമയം കടക്കാനൊരു ത്വര എനിക്ക് ഉണ്ടാവല് കേട്ടോ. ആ ഉച്ചക്കൊരിത്തിരി സമയം ഒരു കടക്കാൻ കിട്ടിയ പിന്നെ എനിക്കൊരു സമാധാനാണ്. കാരണം രാവിലെ ഒരു 4:30 മുതൽ ഇങ്ങനെ ഓണാവണതാണല്ലോ. നമ്മളിങ്ങനെ ഇങ്ങനെ ഓടി ഓടി നടന്ന ഓരോ പണികളാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഇത്തിരി റെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു സമാധാനമാണ്. ഇന്നിപ്പോ ആ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ആ ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാനൊരു 8 മണിയാകുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഉറങ്ങാനുള്ള ത്വര വരും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ അതേപോലെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ 10 മണി വരെയൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടേനു. ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല
ഉറക്കം വരികയാണെന്ന് തോന്നുന്ന ആ ദിവസങ്ങളിൽ ഉച്ചക്ക് ഉറങ്ങാന് പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ എന്താ ചെയ്യാച്ചെങ്കില് വൈകുന്നേരം നേരത്തെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുത്തും. ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേനും ഓലെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു 8:30 9 മണിയാകുമ്പോഴത്തേന് ഇന്റെ ഫുഡ് കഴിക്കലും ഓലെ ഫുഡൊക്കെ കൊടുത്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എല്ലാതും അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് ഞാന് എന്താ നേരത്തെ ഒരു 9:30 10 മണി ആവണീന്റെ മുന്നേ കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂട്ടോ. ഇതൊന്നും ഡെയിലി ഒരുപോലെ ആ സമയത്ത് കടന്നുറങ്ങാൻ പറ്റലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രിയിൽ ഉറക്കം ശരിക്കും നമ്മൾ 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ എന്നൊക്കെയാണ് പറയാ. 9 മണിക്കൂറായിട്ട് 7 മണിക്കൂർ തന്നെ എനിക്ക് പല ദിവസങ്ങളിൽ പറ്റലില്ല ട്ടോ. പക്ഷെ ഞാൻ എത്ര നേരം വൈകിയാണ് നേരം വൈകിയാണ് കിടക്കലേച്ചെങ്കിലും എനിക്ക് ആ ഒരു 4:30 സമയത്ത് അലാറം ആ ഒരു അലാറം സമയമാകുമ്പോഴത്തേന് ചിലപ്പോൾ അലാറം അടിച്ചിട്ടേ അറിയുള്ളൂ. ചിലപ്പോൾ അതിന് മുന്നേ തന്നെ അറിയും. രാത്രി നേരത്തെ ഉറക്കം വരാന് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് തീരെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. പിന്നെ ഫോണൊന്ന് രാത്രി വല്ലാതെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. അതുപോലെ തന്നെ ചായ കാര്യങ്ങളൊന്നും ഞാൻ കിടക്കുന്ന സമയത്തൊന്നും കുടിക്കൂല. പിന്നെ ഫുഡ് നേരത്തെ കഴിച്ചാൽ തന്നെ എനിക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേന് ഒരു സമാധാനമാണ് കേട്ടോ. കാരണം ആ കിടക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പള്ളക്കൊരു ഏന്തിക്കെട്ടൽ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നി രാത്രി ഈ കിടക്കുന്ന സമയത്ത് വല്ലാതെ തിന്ന് കിടക്കുന്ന സമയത്താണ് നമുക്ക് തടിയും വല്ലാതെ കൂടുന്ന പോലെയൊക്കെ വയറ് നല്ലോണം കൂടണ മാതിരിയൊക്കെ തോന്നി. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു 7:30 8 മണി ആകുമ്പോഴത്തേന് ഫുഡ് കഴിക്കണ ആ ഒരു സിസ്റ്റം ഞാൻ കൊണ്ടുവന്ന് കേട്ടോ. പക്ഷെ അതെനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. ആദ്യമൊക്കെ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിനി ട്ടാ. കാരണം ആ ഒരു കടക്കാൻ സമയമാകുമ്പോഴത്തേന് പിന്നെയും വിശക്കുക, ഒരു ചായ കുടിക്കാനൊക്കെ ഒരു പൂതിയാകുക, അങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടായിനി ട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ കുറച്ച് ദിവസം അതിന്റെ ഒരു ഭാഗമായപ്പോ അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു കാര്യത്തിന് സെറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ 7:30 8 മണി ആകുമ്പോഴത്തേന് ഫുഡ് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കൂല, പിന്നെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ ട്ടോ. അങ്ങനെ എനിക്ക് പിന്നെ ഇപ്പൊ അത് ഒരു ശീലായി. രാത്രി അധികം ഫോൺ കാണാതിരിക്കുക, പിന്നെ ഫുഡ് നേരത്തെ കഴിക്കുക, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് രാത്രി നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ അങ്ങനെ ഒരു രാത്രി നേരത്തെ ഉറങ്ങണം എന്നുള്ളൊരു കറക്റ്റ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക, തന്നെയാണ് നല്ല കാര്യം. പിന്നെ അധികം ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡിം ലൈറ്റ് ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ ആ ഉറക്കത്തിന്റെ ഹോർമോണിന് തന്നെ മനസ്സിലാവണം ഉറങ്ങാനുള്ള സമയം ആയിക്കണ് എന്നുള്ളത്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാല്ലേ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാത്രം കഴുകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ജനലടച്ചു. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.